യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവമേ, അങ്ങൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ അങ്ങയെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തിൻ്റെ ഉള്ളം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അവിടത്തേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള ദൈവമേ, ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങയെ ആരാധിക്കുവാനായി ഞങ്ങളെ തിരുസവിധത്തിൽ കൂട്ടിവരുത്തിയ അവിടുത്തെ മഹാവലിയ കരുണയ്ക്കായി, വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയോടും അങ്ങയുടെ ജനത്തോടുമുള്ള ആത്മീക ഭൗതിക കൂട്ടായ്മയ്ക്കായി അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി പിതാവേ. ഇന്നത്തെ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ലോകം മുഴുവനും ഒരു മഹാമാരിയുടെ പ്രതിസന്ധിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ നാളുകളിൽ വിശുദ്ധാലയത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന, ദൈവകൃപയുടെ ചൈതന്യം പ്രാപിക്കുന്ന നല്ല നിമിഷങ്ങളായി അവിടുന്ന് വേർതിരിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗകരം ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. ആരാധനയ്ക്കായി തിരു ആലയത്തിൻ്റെ തണലിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ അങ്ങയുടെ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കാത്ത് അനുഗ്രഹമാരി പൊഴിയുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അനുഗ്രഹിക്കണമേ, കൃപയിൽ കാക്കണമേ, മഹത്വം അങ്ങേറ്റെടുക്കണമേ. യേശു മിശിഹയുടെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവനാമ മഹത്വത്തിന് നമ്മുടെ ആരാധന അനുഗ്രഹത്തിനുമായി ഗീതം നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. Yeah.
പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുന്നതിനായിട്ട് ആരംഭിക്കാം. ആരാധനക്രമം 4-ാം പുറത്തിലുള്ള സ്തുതിലിത്താനികൾ 2-ാം ഭാഗം ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാം. സ്തുതിലിത്താനികൾ 2-ാം ഭാഗം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവന്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. കർത്താവേ, എൻ്റെ ആദരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റു പറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിനയമുള്ള മനസ്സോടെ ദൈവാകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സവിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അറിഞ്ഞു അറിയാതെയും കഴിഞ്ഞുപോയ ജീവിത നാളുകളിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി വന്നുപോയിട്ടുള്ള കുറവുകൾ പശ്ചാത്താപത്തോടെ ദൈവസെല്ലോർക്കുകയും അനുതാപത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാപമോചകനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരാണ്. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അനുതാപത്തോടെ ദൈവമുഖത്തേക്ക് നോക്കാം. ആരാധനക്രമം 9-ാം പുറത്തിലുള്ള പാപസ്വീകാര്യ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9-ാം പുറം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അവിടുത്തെ വഴികളും തെറ്റി ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, ദുഷ്ടതൊട്ടത്തിലും ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയും. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കും. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണം. ഇനിമേൽ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾക്ക് സേവിക്കേണ്ടത് സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തിരികെ തരണമേ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ തന്നെ മാത്രമല്ല, സർവ്വ ലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
സർവശക്തിയും മഹാകരുണയുമുള്ള കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നന്ദി പറയാം. അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് ഹൃദയം കൊണ്ട് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 15-ാം പുറത്തിലുള്ള പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയുടെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. 15-ാം പുറം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവുമുള്ളവനാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവവചനമെന്ന വിശിഷ്ട ദാനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന നിത്യജീവൻ്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, ഞങ്ങളുടെ നന്മയില്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്തും ദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്ന് വിശ്വസിക്കാൻ കൃപയിലാണ്. തികഞ്ഞ പരമാർത്ഥയോടുകൂടെ അവിടുത്തെ പിന്തുടരാനും ശാന്തവും സംതൃപ്തമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വീണ്ടും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പാട്ടുപുസ്തകത്തിലെ ഗീതം ചേർന്ന് പാടാം. ആശ്വാസമാസന്തോഷം ഈരണ്ട് നാളിലേ സന്താപം മനോക്ലേശം നീക്കിടും തൈലമേ നിന്നാൽ മൂലമെല്ലാം സ്തോത്രം ചെയ്തു ആരാധിച്ചിടുന്നേ. ഇന്നാളിൽ ആദ്യം ശോഭ ഇന്നാളിൽ രക്ഷിതാവ് ചാവിൽ ഇന്നാളാം പെന്തക്കോസ്തിൽ ആത്മാവ് ഇറങ്ങി ഈ മൂന്നു ദിവ്യശോഭ ഇന്നാളിൽ ഉണ്ടായി. ഇന്നാളിൽ സ്വർഗ്ഗമന്ന എന്നും വീണേടും
വിശുദ്ധാത്മാക്കളോടും സംസർഗം ചെയ്തിടാം. പിതാകുമാരനും വിശുദ്ധാത്മാവിനും സഭയിൽ നന്ദിയാലെ ശ്രേയസ്സുണ്ടാകണം. സങ്കീർത്തനങ്ങൾ 119, 89 മുതൽ 104 വരെ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ സ്ഥാപിച്ച നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ കഷ്ടത്തിൽ നശിച്ചുപോകുമായിരുന്നു. ഞാൻ ഒരു നാൾ നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരെന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വലിക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന പാഠഭാഗങ്ങൾ വായിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വായിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 18 വരെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, ശീമോന്റെ മകനായ യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ഉത്തരിച്ചു, കർത്താവേ, നീ സകലവും അറിയുന്നു. എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തിലുള്ള അപ്പോസ്തല വിശ്വാസം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ
ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ തന്നെ പരിശുദ്ധാത്മാവിൽ ജനിച്ച് പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചയാടുന്നു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസവിധത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒരാഴ്ച ഈ ഭൂമിയിൽ ക്ഷേമമായി ജീവിക്കുവാൻ ദൈവം നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സഹായിച്ചു. ഒരു പ്രതിസന്ധി നിറഞ്ഞ ലോകയാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. മഹാമാരിയുടെ ഭീഷണി ഭീതിതമായി ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നു. ദൈവകൃപ നമ്മളെ താങ്ങുന്നത് കൊണ്ട് മാത്രം, കർത്താവിൻ്റെ കരുതൽ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് ആ വലിയ ദൈവത്തിന് ഹൃദയം തുറന്ന് സ്തോത്രം പറയാം. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളെ കാത്തതുകൊണ്ട് നന്ദി എന്ന് ദൈവത്തെ പ്രാർത്ഥിക്കാം. ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നു. വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ തങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഇറങ്ങി നടക്കാൻ കഴിയാതെ ചുറ്റുപാടുകൾ മുഴുവനും അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ എത്രയോ ആളുകൾ ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ കഴിയാതെയും ഇരിക്കുന്ന നാളുകളാണ്. നമ്മുടെ ചുറ്റുപാടുകളും പ്രകാരമുള്ള പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നു. ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവജനം പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാണിത്. തങ്ങളെ തന്നെ താഴ്ത്താനുള്ള സമയമാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താനുള്ള സമയമാണ്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ രോഗത്തെ രക്ഷിക്കണമേ, ലോകജനതയെ അവിടുന്ന് വീണ്ടെടുക്കണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മരണത്തിൻ്റെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. രോഗം പടരുന്നത് നിയന്ത്രണമില്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഉറ്റവർ നഷ്ടപ്പെട്ടും ഉടയവർ നഷ്ടപ്പെട്ടും തൊഴിൽ നഷ്ടപ്പെട്ടും ഉപജീവനങ്ങൾ നഷ്ടപ്പെട്ടും കഴിയുന്ന എത്രയോ ആളുകൾ. ദൈവമേ, സഹായിക്കണമേ, മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവത്തോട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവ് മാത്രമാണ് നമ്മുടെ ശരണം. കർത്താവ് മാത്രമാണ് നമ്മുടെ സങ്കേതം. നമ്മുടെ സുരക്ഷിതത്വം അവിടെ മാത്രമാണ്. ദൈവത്തോട് ചേർന്ന് അവൻ്റെ കരങ്ങൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയും ശുശ്രൂഷകളെയും ഓർക്കാം. ഈ പ്രഭാത ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്ക് ദൈവം നൽകിയ സഹായത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സുരക്ഷിതത്വത്തിനായി, സൗഖ്യത്തോടെ ജീവിക്കുവാനായി, ദൈവകൃപയ്ക്കായി, ഈ മഹാമാരി ലോകത്തിൽ നിന്ന് മാറിഞ്ഞു പോകുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുന്നവനായ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ശരണപ്പെട്ടു വരുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രത്യാശയും സങ്കേതവുമാണ്. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല കർത്താവേ. ദൈവമേ, ലോകത്ത് കിട്ടുന്ന മരുന്നുകളോ സംരക്ഷണങ്ങളോ കെട്ടിയടയ്ക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് സുരക്ഷിതമല്ല. ഞങ്ങൾക്ക് സഹായിക്കാൻ, ഞങ്ങൾക്ക് സങ്കേതം അവിടുത്തെ കരം മാത്രമാണ്. അതുകൊണ്ട് യേശുവപ്പ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരും. ഞങ്ങളുടെ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാത ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, കരം നീട്ടണമേ.
അവിടുത്തെ ആശ്വാസം നൽകണമേ, അവിടുത്തെ പ്രത്യാശ നൽകണമേ. ഞങ്ങൾ ലോകത്തിലേക്ക് ഞങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുമില്ല. കലുഷിതമായ അന്തരീക്ഷമാണ്. എൻ്റെ യേശുവേ, എൻ്റെ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. അവിടുത്തെ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കരുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കുടുംബാംഗങ്ങളെ കരുതിക്കൊള്ളണമേ, അവിടുത്തെ സഹായം നൽകണമേ, പ്രത്യാശയോടെ ജീവിപ്പാൻ ഇടയാക്കണമേ പിതാവേ. സ്വർഗത്തിലെ വലിയ നന്മ കൊണ്ട് എല്ലാവരെയും പരിപോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിൻ്റെ കരുതലല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആരാധനയ്ക്ക് വരണമെന്ന് ആഗ്രഹിച്ച ധാരാളം പേരുണ്ട്. ചുറ്റുപാടുകളുടെ ഭീതി കൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് കടന്നു വരാൻ കഴിയാതിരിക്കുന്ന ധാരാളം പേരുണ്ട്. കർത്താവേ, ദൈവമേ, എല്ലാവരെയും അങ്ങ് സന്ദർശിക്കണം. ആരാധനയുടെ മാഹാത്മ്യം ഞങ്ങളുടെ പ്രിയ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ കരുതൽ ഓരോ കുടുംബത്തിലേക്കും വ്യാപരിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ കൃപ എല്ലാ ജീവിതങ്ങളിലേക്കും വ്യാപരിച്ചിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്ത പിതാവേ, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് വ്യാപരിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ കണക്കിടരുതേ. പാപങ്ങളോട് ക്ഷമിക്കുന്ന കർത്താവ്, പാപങ്ങളെ മായ്ച്ചു കളഞ്ഞിട്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്നത്തെ ഈ പ്രഭാതാരാധനയിൽ പങ്കെടുക്കാനുള്ള ഞങ്ങളുടെ എല്ലാ വാർഡിലെയും കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ളവർ ഭവനത്തിൽ വിശ്രമിക്കുന്നു, കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നു. ദൈവമേ, അവരെല്ലാം സംരക്ഷിക്കണം. ആരാധനയുടെ മാഹാത്മ്യം അവർക്ക് ദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആലയത്തിൻ്റെ ചുറ്റുപാടുകൾ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് നിറയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്ഷേമകരമായൊരു നല്ല നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയായി നൽകണമേ. സുരക്ഷിതമായ നല്ല നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നൽകണമേ. കർത്താവേ, ഇല്ലായ്മകളോ ദാരിദ്ര്യങ്ങളോ രോഗബാധകളോ ഞങ്ങളുടെ സമൂഹത്തിൽ വ്യാപരിക്കാതെ ദൈവം തന്നെ സുരക്ഷിതമായി പരിപാലിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനമുള്ള, സൗഖ്യമുള്ള, അനുഗ്രഹമുള്ള കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ ആലയത്തിന് തണലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവമേ, അവിടുത്തെ പരിശുദ്ധ കരം വെച്ച് അനുഗ്രഹിച്ച് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ആലയം വിട്ട് ഇറങ്ങുവാൻ തക്കോണം സഹായിക്കണമേ. എല്ലാ സമൂഹത്തിൻ്റെ മേലും അവിടുത്തെ രക്തം തളിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ രക്തം തളിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ ആലയമായി നടത്തുന്ന ഓരോ ആരാധനകളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോ ആരാധനകളും അനുഗ്രഹമായി തീരുവാൻ തക്കോണം സഹായിക്കണം. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ എല്ലാവരെയും അങ്ങ് മറച്ചുകൊള്ളുമാറാകണമേ. എല്ലാവർക്കും അവിടുത്തെ കൃപയും കരുതലും നൽകുമാറാകണമേ എന്ന് വിനയമായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അപ്പൻ്റെ കരവലയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ മഹത്വവും സ്വീകരിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണമേ, നന്മ കൊണ്ട് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ തന്നെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയത്ത് ഗായക സംഘം ഗീതം നമുക്ക് വേണ്ടി പാടും. Stay
തിരുവചനം കേൾക്കുവാനായി ഞങ്ങൾ പാദപീഠത്തിലേക്ക് അഭയം അണയുന്നു. ദൈവമായ കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും വഹിച്ച് ആവശ്യമായിരിക്കുന്ന ദൈവിക സന്ദേശം കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പട്ടത്വ ശുശ്രൂഷ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രൂപാന്തരണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ഏറെ ഗൗരവപൂർണമായി ചിന്തിക്കുവാനും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് പുരോഹിതന്മാരിലൂടെ ലഭിച്ചു വരുന്ന എല്ലാവിധമായിട്ടുള്ള ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ അപ്രകാരം ചിന്തിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറക്കി അനുഗ്രഹീതമായി ഞങ്ങൾ വചനം കേട്ട് ദൈവസന്നിധിയിൽ അനുസരണയുള്ളവരായി തിരുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണം. അങ്ങ് തന്നെ ഈ വചനത്തെ വാഴ്ത്തി വിശദീകരിച്ച് അനുഗ്രഹിച്ച് നൽകണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ദക്ഷിണേന്ത്യ സഭ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം പട്ടത്വ ശുശ്രൂഷ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി രൂപാന്തരപ്പെട്ടവർ എന്നുള്ളതാണ്. പട്ടത്വ ശുശ്രൂഷ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി രൂപാന്തരപ്പെട്ടവർ. ഓർഡേൺ മിനിസ്ട്രി ട്രാൻസ്ഫോം ടു ട്രാൻസ്ഫോം എന്നുള്ളതാണ്. മലയാള സാഹിത്യ ലോകത്തിൽ ചെറു പദ്യങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ കീഴടക്കിയ കുഞ്ഞുണ്ണി മാഷിന്റെ വൈദികരെ കുറിച്ചുള്ള ഒരു കവിത ഇപ്രകാരമാണ്: പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്ന് തിരിയണം, പോരാ പോരാ പാതിരിയാകാൻ തിരിയായി കത്തണം എല്ലാവർക്കും. വൈദികൻ അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തി സകലവും വെടിഞ്ഞ് ദൈവഹിതപ്രകാരം തിരിയേണ്ടവനാണെന്നും അത് മാത്രം പോരാ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണം എന്നുമാണ് കവി ഈ പദ്യശകലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗരോഹിത്യത്തെ കുറിച്ചുള്ള വേദപുസ്തക ദർശനം ആരംഭിക്കുന്നത് മൽക്കീസേദക്കിലൂടെയും അബ്രഹാമിലൂടെയും തുടങ്ങി യേശുക്രിസ്തുവിൽ അന്വർത്ഥമാകുന്നതാണ്. അതാണ് ക്രിസ്തീയ പൗരത്വത്തിന്റെ ഉറവിടമായി നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവർ എങ്കിലും ചില വ്യക്തികളെ സഭയുടെ പ്രത്യേക ശുശ്രൂഷകൾക്കായി തിരഞ്ഞെടുക്കുകയും പരിശീലിപ്പിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന പതിവ് ആദിമ സമ മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. കൈവെപ്പിനാൽ നിയോഗിതരാകുന്നവരാണ് പട്ടക്കാർ അല്ലെങ്കിൽ പുരോഹിതർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 27-ാം അധ്യായം 23-ാം വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 6-ാം വാക്യത്തിലും 13-ാം അധ്യായം 3-ാം വാക്യം എന്നീ വേദഭാഗങ്ങളിലൂടെ നമുക്ക് അത് വ്യക്തമാകുന്നു. 1 തിമോഥെയോസ് 3:10 രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം സഭയുടെ കൗദാശിക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടയാളെ അതിനായി സഭ നിയോഗിക്കുമ്പോഴാണ് അയാൾ പട്ടക്കാരനായി മാറുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവഹിതം തിരിച്ചറിയാനും വിധം ദൈവത്തെ പ്രബോധിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു പുരോഹിതന്റെ ഉത്തരവാദിത്വം ദൈവത്തോട് ആണ് എന്നുള്ളതിനെ കുറിച്ച് ആ വേദഭാഗം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ദൈവഹിതം നിറവേറ്റുന്നതിന് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ദൈവജനത്തെ രൂപാന്തരപ്പെടുത്താനുള്ള നിയോഗം സ്വീകരിച്ചവനാണ് പുരോഹിതൻ അല്ലെങ്കിൽ പട്ടക്കാരൻ എന്ന് പറയുന്നത്. പലപ്പോഴും നേർവഴി അറിയാമായിരുന്നിട്ടും അതിലൂടെ നടക്കാത്തവരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ള ഒരു വിഷമകരമായിട്ടുള്ള ജോലിയാണ് പട്ടക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതൻ വെല്ലുവിളികളുടെ മധ്യത്തിൽ ദൈവജനത്തിന്റെ മധ്യേ ദൈവകൃപയുടെ പ്രത്യക്ഷ സാന്നിധ്യമായി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നാം മറന്നു പോകരുത്. രൂപാന്തരം പ്രാപിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് നാം വായിച്ചു കേട്ട ഈ വേദഭാഗവും മറ്റ് ഒരു വേദഭാഗവും പറയുന്ന ചില പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് രൂപാന്തരത്തിനായുള്ള വിളിയാണ്. പട്ടത്വ ശുശ്രൂഷ എന്നത് രൂപാന്തരത്തിനായുള്ള വിളിയാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗമായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15 തുടങ്ങി വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ പുനരുത്ഥാനം ചെയ്ത കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് തിബരിയാസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്.
ജനത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ ഒരു പട്ടക്കാരന്റെ ദൗത്യം മാതൃകാപരമായി പഠിപ്പിക്കുന്നതിന് യേശു കർത്താവ് ശ്രമിക്കുകയാണ്. പത്രോസിനെ ദൈവഹിത പ്രകാരം പ്രവർത്തിക്കുന്നതിന് ഒരു ശുശ്രൂഷകനായി വേർതിരിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് നമുക്കിവിടെ ദർശിക്കുവാനാകുന്നത്. ഇവിടെ നാം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലും 18-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലും ആ രണ്ട് വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഇവിടെ യേശുവിനെ ക്രൂശിക്കുവാൻ പിടിച്ചപ്പോൾ മൽക്കോസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാത് വെട്ടുന്ന പത്രോസ്. മറ്റൊരു ഇടത്ത് നാം ചിന്തിക്കുമ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. ഇങ്ങനെ പലതരത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന പ്രവൃത്തികൾ ചെയ്ത അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത പത്രോസിനെയാണ് യേശു കർത്താവ് ഇവിടെ ദൈവജനത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി സ്നേഹത്തെ കുറിച്ചുള്ള 3 ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ 3 സവിശേഷതമായിട്ടുള്ള ചോദ്യങ്ങളാണ് യേശു കർത്താവ് ഇവിടെ പത്രോസിനോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന്റെ ചിന്തയിലേക്ക് നാം കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. കഴിഞ്ഞ 3.5 വർഷം തന്നോടുകൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ, തന്റെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ തന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, തന്റെ ഉപജീവനത്തിനായി താൻ കൊണ്ടു നടന്ന വള്ളവും വലയും ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കർത്താവിന്റെ മുമ്പിൽ. ഇതൊക്കെ തന്റെ മുമ്പിലുണ്ട്. ഇതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്. തീർന്നില്ല. രണ്ടാമത് പത്രോസിന്റെ ഉത്തരം തൃപ്തികരമല്ലാത്തത് കൊണ്ട് വീണ്ടും ചോദിക്കുന്നു. 21-ാം അധ്യായം 16-ാം വാക്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് വീണ്ടും ചോദിക്കുന്നു. പത്രോസ് നൽകിയ ഉത്തരം യേശു പ്രതീക്ഷിച്ചതല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. യേശുവിന്റെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്ന ഒരു ഉത്തരമല്ല അവിടെ നൽകുന്നത്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പത്രോസ് നേരത്തേതിന് സമാനമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് അവിടെ പറയുന്നത്. കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് കർത്താവിനോട് പറയുകയാണ്. അവസാനമായി 3-ാമതും ആവർത്തിച്ച് കർത്താവ് ചോദിക്കുന്നു. അപ്പോൾ പത്രോസ് വളരെയേറെ ദുഃഖിച്ച് കർത്താവിനോടുള്ള തന്റെ സ്നേഹത്തിന്റെ ശുഷ്കത അവന് ബോധ്യമായി. ഈ 2 പ്രാവശ്യവും കർത്താവ് ചോദിച്ചിട്ടും 3-ാമത്തെ പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മനസ്സിലായി തന്റെ ഉള്ളിൽ കർത്താവിന്റെ സ്ഥാനം എവിടെയാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവിനോടുള്ള തന്റെ ആ സ്നേഹത്തിന്റെ ശുഷ്കത മനസ്സിലായ പത്രോസ് വളരെ ദുഃഖിക്കുന്നു. ഒരുപക്ഷെ അവൻ കരഞ്ഞിരിക്കും അവിടെ നിന്നുകൊണ്ട്. തനിക്ക് ഇനിയും രൂപാന്തരം ആവശ്യമാണ് എന്ന് പത്രോസിന് അവിടെ ബോധ്യമാകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ സമർപ്പിച്ചുകൊണ്ടൊരു ഉത്തരം പറയുന്നത്. കർത്താവേ, നീ സകലവും അറിയുന്നു. കർത്താവേ, നീ സകലവും അറിയുന്നു. എന്നെ കുറിച്ചും എന്റെ മനസ്സിൽ എന്താണ് ഞാൻ നിരൂപിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്റെ മാനസികാവസ്ഥ ഇപ്പോഴും എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് നീ അറിയുന്നുവെന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പത്രോസിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു സമർപ്പണത്തിന്റെ വാക്കുകളാണ് നമുക്ക് അതിലൂടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. എനിക്കൊന്നും അറിയില്ല, എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നാളെ എന്താണ് ചെയ്യാനായി പോകുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വ്യക്തതയില്ല. നിനക്കെല്ലാം അറിയാമല്ലോ, നീ എന്നെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു സമർപ്പണത്തിന്റെ വാക്കുകളാണ് അവിടെ നിഴലിക്കുന്നത്. എടുത്തുചാട്ടക്കാരനായ ശിഷ്യനായിരുന്നു അതുവരെ ഈ പത്രോസ്. നമുക്കറിയാം, മൽക്കോസിന്റെ കാതറുത്തതും ആരൊക്കെ എന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയുകയില്ല അല്ലെങ്കിൽ നിന്നിൽ ഇടറുകയില്ല എന്ന് പ്രഖ്യാപിച്ച പത്രോസ്. അവിടെയൊക്കെയും യേശുവിന്റെ ശാസനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങൾ പത്രോസിനെ ദൈവം എല്ലാം അറിയുന്നു എന്ന സ്വയം ശൂന്യനാക്കിയുള്ള ദൈവഹിതം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു വിനയപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിലൂടെ യേശുവിന്റെ ആടുകളായ ദൈവജനത്തെ മേയ്ക്കുവാനായിട്ടുള്ള നിയോഗം പത്രോസിന് യേശു നൽകുകയാണ്. ഇവിടെ പത്രോസിനെ യേശു രൂപാന്തരപ്പെടുത്തി അവനിലുള്ള ചില കുറവുകളെ ഇല്ലായ്മ ചെയ്ത് നിയോഗം നൽകി ഏൽപ്പിക്കുന്ന പശ്ചാത്തലമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വൈദികരായവരുടെ കടന്നുവരവ് നിസ്സാരമായിട്ടുള്ള രീതിയിലല്ല.
വെല്ലുവിളി സ്വീകരിച്ച് അഗ്നിയിലൂടെ നടന്ന് പ്രതിസന്ധികളെയും കഷ്ടതയും തരണം ചെയ്തുകൊണ്ട് കടന്നു വന്നവരാണ്. വൈദികരുത് നാം ഒരിക്കലും മറന്നു പോകരുത്. പത്രോസിന്റെ തുടർന്നുള്ള ജീവിതവും ശുശ്രൂഷയും ലോകത്തിന് തന്നെ മാതൃകാപരമായി മഹത്വകരമായിട്ടുള്ള ശുശ്രൂഷ, മിഷണറി ദർശനത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് നമുക്ക് പിന്നത്തേതിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായി മറ്റൊരു കാര്യം, മറ്റൊരു വേദഭാഗത്തിലൂടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൗരോഹിത്യത്തെ ചൂഷണം ചെയ്യാനായി പാടില്ല. പൗരോഹിത്യത്തെ ചൂഷണം ചെയ്യാൻ പാടില്ല. മറ്റൊരു വേദഭാഗം കൂടെ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 13-ാം അധ്യായം അതിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ പശ്ചാത്തലം മാത്രം ഞാൻ ഓർപ്പിക്കാം. ഫെലിസ്ത്യർ ഇസ്രായേലിനെതിരായി യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ അവിടെ ഇസ്രായേൽ പ്രാരംഭമായി അന്നത്തെ ഒരു പ്രാരംഭം എന്ന് പറഞ്ഞ പുരോഹിതന്റെ ഒരു സാന്നിധ്യത്തിൽ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചതിന് ശേഷം ഏത് ശുശ്രൂഷയ്ക്കും, പ്രത്യേകിച്ച് യുദ്ധത്തിന് വേണ്ടിയൊക്കെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ശൗൽ രാജാവിന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ചിന്തയോടുകൂടെ, ശമൂവേലിന്റെ ചിന്തയോടുകൂടെ തീരുമാനിച്ചുറപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ യാഗസ്ഥലത്തിലേക്ക് ശമൂവേൽ വരുവാനായിട്ട് അല്പം വൈകുന്നതായി നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ വേദഭാഗം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിനിടയിൽ ശമൂവേൽ അവിടേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഹോമയാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശമൂവേൽ കടന്നു വരുന്നതിന് ഇടയായിത്തീർന്നു. 11-ാം വാക്യത്തിൽ ശമൂവേൽ ശൗലിനോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: നീ ചെയ്തത് എന്ത്? നീ ഈ ചെയ്തത് എന്ത്? ഒരു പുരോഹിതൻ ചെയ്യേണ്ട കാര്യത്തിൽ കൈകടത്തിയ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ ശമൂവേൽ ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പ്രവർത്തിച്ചത്? ഇത് പുരോഹിതൻ ചെയ്യേണ്ടുന്ന കർത്തവ്യമല്ലേ? അതിനെ നീ ഒരു രാജാവായിരിക്കും, നീ എടുത്തുചാടി അത് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തില് ശമൂവേൽ അവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ശമൂവേൽ ശൗലിനെ അറിയിക്കുകയാണ്. പൗരോഹിത്യത്തെ ചൂഷണം ചെയ്ത ഒറ്റ കാരണത്താൽ യഹോവ ശൗലിനെ തന്റെ രാജ്യസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ഇടയായിത്തീർന്നു. നോക്കണം എത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ആണെന്ന്. ഇസ്രായേലിന്റെ പ്രഥമ രാജാവായിട്ടുള്ള ശൗൽ, അദ്ദേഹം വളരെ ധീരശൂര പരാക്രമിയായി മറ്റുള്ള രാജ്യങ്ങളെ എതിരിടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ പല ശത്രുക്കളെയും കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇസ്രായേൽ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു രാജാവായി ശൗൽ ഇങ്ങനെ കടന്നു വരുന്ന പശ്ചാത്തലത്തിൽ പൗരോഹിത്യത്തിനെതിരായി, അല്ലെങ്കിൽ പൗരോഹിത്യത്തെ ചൂഷണം ചെയ്യുന്ന നിലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യതിയാനം തുടർന്ന് പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരിൽ നിന്നും മാറിയതായി തുടർന്ന വാക്യത്തിൽ വായിക്കുന്നു. ഇസ്രായേലിന്റെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നത് പുരോഹിത പ്രവാചകന്മാരായിരുന്നു എന്ന് നമുക്ക് അറിയാം. അതിനെ ധിക്കരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ പ്രത്യാഘാതമാണ് നാം ഇവിടെ കാണുന്നത്. ഈ പാരമ്പര്യം ഇന്നും ചിലയിടങ്ങൾ തുടരുന്നു. ബ്രിട്ടനിൽ അല്ലെങ്കിൽ UK-യിൽ രാജാവിനെയോ രാജ്ഞിയോ വാഴിക്കുന്നത് അവിടുത്തെ കാന്റർബറി ആർച്ച് ബിഷപ്പാണ്, മേൽപ്പട്ടക്കാരനാണ് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള രാജാവിനെയോ രാജ്ഞിയോ വാഴിക്കുന്നത്. അത് പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അത് ഇന്ന് നിലനിൽക്കുന്നു. രാജാവും രാജ്ഞിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവിയിൽ ഇരിക്കുന്നവരൊക്കെ ലോകത്തിൽ തന്നെ പ്രശസ്തരാണ് എങ്കിൽ പോലും അവരെ വാഴിക്കുവാൻ, ദൈവിക നിയമം അനുസരിച്ച് വാഴിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പട്ടക്കാരാണ്, അല്ലെങ്കിൽ കാന്റർബറി ആർച്ച് ബിഷപ്പാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് രാജാവായിരുന്നാലും ദൈവജനമായിരുന്നാലും പുരോഹിതന് ചെയ്യേണ്ടുന്ന ചില കർത്തവ്യങ്ങളുണ്ട്. അത് പുരോഹിതൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് നാം ഒരിക്കലും മറക്കരുത്. അതിന് നാം ഒരിക്കലും കൈകടത്തുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ കൈവയ്പ് ലഭിച്ചവർക്ക് മാത്രമേ അതിനുള്ള അധികാരം, അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നിയോഗം ദൈവം നൽകിയിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും നാം വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്നാനം മുതൽ മരണം വരെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടുന്ന ഉത്തരവാദിത്വം പുരോഹിതന് ഉള്ളതാണ്. അതുകൊണ്ട് പൗരോഹിത്യത്തെ വളരെ ഗൗരവമായി നാം കാണണം. അതിന് നിസ്സാരമായിട്ട് നാം കാണരുത്. അത് ലാഘവത്തോടെ കാണേണ്ടുന്ന ഒന്നല്ല. അതിനെ ചൂഷണം ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ആടുകൾക്ക് ആശ്വാസം പകരുന്ന ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതർ എന്ന് നമുക്ക് അറിയാം. ഒരു ഡോക്ടർ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴും ചില കാര്യങ്ങൾ ഇടയൻ ചെയ്യുവാനായിട്ട് ഉണ്ട്, അല്ലെങ്കിൽ പുരോഹിതന് ചെയ്യുവാനായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ഇടവകയിലെ ജനങ്ങളുടെ ജനനം, വിവാഹം,
മരണം തുടങ്ങിയ ജീവിതത്തിന്റെ സുപ്രധാനമായിട്ടുള്ള സുഖദുഃഖ സമ്മിശ്രങ്ങളായിട്ടുള്ള പല ഘട്ടങ്ങളിലും പുരോഹിതന്മാരെ ദൈവജനം കണ്ടുമുട്ടുന്നു. അവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഇടയൻ അവരോടൊപ്പം ഉണ്ടാകുന്നു. അതുകൊണ്ട് വിശ്വാസ സമൂഹം പട്ടക്കാരനെ ഒരു അപരിചിതനായിട്ടല്ല കാണുന്നത് അല്ലെങ്കിൽ സമീപിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് പല സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുന്ന ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു വിശ്വസ്തനായ വഴികാട്ടിയായി ഇവിടെ പുരോഹിതൻ ഇവിടെ ദൈവജനത്തിന്റെ മധ്യത്തിലുണ്ട്. അങ്ങനെയാണ് ഒരു വ്യക്തി പുരോഹിതനെ സമീപിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിലൂടെ പുരോഹിതന്റെ വാക്കുകളിലൂടെ, ആ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ അവന്റെ ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവും പ്രചോദനവും നൽകുന്നു. ഇത് പുരോഹിതൻ നൽകുന്ന വാക്കുകളല്ല, അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വാക്കുകളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് പുരോഹിതന്റെ വാക്കുകളിലൂടെയും നിശബ്ദമായ സാന്നിധ്യത്തിലൂടെ, ചിലപ്പോൾ സംസാരിക്കുവാനായിട്ട് പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്, നിശബ്ദമായിട്ടുള്ള സാന്നിധ്യമായിരിക്കാം ചില സന്ദർഭങ്ങളിൽ ആവശ്യം. അങ്ങനെയുള്ള നിശബ്ദമായിട്ടുള്ള സാന്നിധ്യങ്ങളിലൂടെയും അവിടെ പുരോഹിതന്റെ കർത്തവ്യം ദൈവജനത്തിൽ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ പ്രധാനം ആടുകൾ ഇടയനിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. ആടുകൾക്ക് ഇടയനിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഈ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയിട്ടിരിക്കും. ദൈവജനത്തിന് വേണ്ടി സ്വയം ദൈവസന്നിധിയിൽ അർപ്പിച്ച് രൂപാന്തരപ്പെട്ട വ്യക്തിയാണ് പുരോഹിതൻ എന്ന് നാം മറന്നു പോകരുത്. പട്ടത്ത ശുശ്രൂഷ എന്നത് അനുകരണീയമായ ജീവിത ശൈലി കൊണ്ടും ഉദാത്തമായിട്ടുള്ള സ്നേഹം കൊണ്ടും ക്രിസ്തുവിൽ വെളിപ്പെട്ട ഒരു സേവനമാണ് എന്ന് നാം മറക്കരുത്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ COVID-19 എന്നുള്ള ഒരു മഹാമാരിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ഇറ്റലി പോലുള്ള രാജ്യത്തെ വളരെ രൂക്ഷമായി ഈ പ്രതിസന്ധി ബാധിച്ചപ്പോൾ അനേകം പേർ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അതിന്റെ കൂടെ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരവിടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷ ജീവനെ കളഞ്ഞുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അവർക്ക് ഇങ്ങനെയുള്ള അപകടം പലരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ദൈവിക കൈവയ്പിനാൽ നിയോഗിതരായവരാണ് പുരോഹിതൻ. അവർ എരിഞ്ഞു തീരേണ്ടവരാണ്. അല്ലെങ്കിൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെതാണ്. ത്യാഗ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ഒന്നാണ്. ക്രൂശിലുള്ള ആ പ്രത്യേക ദിവ്യമായിട്ടുള്ള ദർശനത്തിലൂടെ ഉണ്ടായതാണ് അവന്റെ ജീവിതത്തിലെ ആ ഒരു നിയോഗവും അതുപോലെ തന്നെ ശുശ്രൂഷയും എന്ന് പറയുന്നത്. ദേശത്തിൽ നിന്നും ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന പിന്തുണയും പ്രാർത്ഥനയും നൽകേണ്ടത് സഭാജനങ്ങളായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് രണ്ട് കാര്യം നാം ഒരിക്കലും മറക്കാതിരിക്കുക. അത് പൗരോഹിത്യം എന്ന് പറയുന്നത് രൂപാന്തരത്തിനായുള്ള ദൈവ വിളിയാണ് എന്ന് നാം മറന്നു പോകരുത്. അത് പുരോഹിതന്റെ രൂപാന്തരത്തിലൂടെ ദൈവജനത്തിന്റെ രൂപാന്തരത്തിലേക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലം ഒരുങ്ങുന്നു. പൗരോഹിത്യത്തെ നാം ചൂഷണം ചെയ്യുവാനായി പാടില്ല. അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ആശ്വാസം പകരുന്ന ഇടയനായി വരും കാലങ്ങളിലും പുരോഹിതന്മാരെ കരുതുന്നതിനും കാണുന്നതിനും നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മുടെ തലകണം വണക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിന്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈവയ്പിനാൽ കാലാകാലങ്ങൾ ദൈവജനത്തെ ദൈവത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടി അവിടുന്ന് നിയോഗിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയുടെ പശ്ചാത്തലം ആണല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നൽകിയ ദർശനത്തിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾ പൗരോഹിത്യത്തെ ഒരിക്കലും ചൂഷണം ചെയ്യാതെ ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ള ജീവിതം നയിക്കുവാൻ ശുശ്രൂഷകളിലൂടെ കർത്താവെ ഒരുമിച്ച് മുന്നേറുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ ലോക വ്യവസ്ഥിതി അല്ലെങ്കിൽ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ അങ്ങ് അറിയുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. COVID-19 എന്ന മഹാമാരിയിൽ ലോകം മുഴുവനും വളരെയധികം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ആലയത്തിൽ പോലും വന്ന് ആരാധിക്കുവാനായിട്ടുള്ള സാഹചര്യം ഇന്ന് ഇല്ല. എങ്കിലും കർത്താവെ, ഭവനത്തിലായിരുന്നു കൊണ്ട്
ദൈവസന്നിധിയിൽ അങ്ങേ ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടെ തൃക്കന്മാർക്കുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവ് അവിടെ അനുഗ്രഹിക്കുകയും പ്രിയപ്പെട്ടവരുടെ യാചനകളും അപേക്ഷകളും കൈക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയോട് അനുഗ്രഹിച്ച കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. പരിമിതമായ സാഹചര്യത്തിൽ അവിടെ അദൃശ്യനായി കൂടിരുന്ന വഴിനടത്തിയ കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആലയത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആലയത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരെ, കർത്താവ് സഭാ കമ്മിറ്റിയെ, മറ്റിതരങ്ങളായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് ആശീർവദിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടും വളരെയധികം പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇന്ന് ആളുകൾ ആയിരിക്കുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് പോലും കർത്താവെ ഈ വൈറസിന്റെ ഭീഷണിയുണ്ട്. ആ ഒരു പശ്ചാത്തല ദൈവകരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ആലയത്തിൽ ഉൾപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ ഭവനങ്ങൾ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്രകാരമുള്ളവരോട് തൃക്കൺ പാർക്കണമേ. ആശ്വാസത്തെ, സമാധാനത്തെ, സൗഖ്യത്തെ പകരണമേ. കർത്താവെ, ദൈവസന്നിധിയിൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടായിരിക്കുവാൻ ഓരോ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാർദ്ധക്യ സഹിതമായിട്ടുള്ള ക്ഷീണങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ തൃക്കൺ പാർക്കണമേ. ആശ്വാസത്തെ പകരണമേ. ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കുകയും ശിഷ്ടായുസ് അങ്ങനെയുള്ള പ്രത്യാശയോട് ജീവിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഭവനത്തിലൂടെ നല്ല പരിചരണങ്ങൾ ലഭിക്കുവാൻ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഭവനങ്ങൾക്ക് വേണ്ടി വിവിധ നിലകളിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. ഔദ്യോഗിക മേഖലയിലായിരിക്കുന്നവർ, ഔദ്യോഗിക മേഖലയിലായിരുന്ന കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നാളുകളിൽ വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർ, രാജ്യ സേവനത്തിൽ ആയിരിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്നവർ, വാഹനം ഓടിച്ച് ഉപജീവനം നടത്തുന്നവർ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മറ്റ് പണിയെടുക്കുന്നവർ, കൂലിവേലകൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ, കർത്താവ് കൃഷികാര്യാദികളിൽ ആയിരിക്കുന്നവർ, കന്നുകാലി വളർത്തുന്നവർ, മറ്റിതരങ്ങളായിട്ടുള്ള ഉപജീവനങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് തൃക്കൺ പാർക്കണമേ. അവരുടെ ജീവിതങ്ങളിൽ ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ. ഇന്നാളുകളിൽ പ്രത്യേക സാഹചര്യത്തിൽ തൊഴിലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, തൊഴിലുകൾ കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള എല്ലാ കൃപകളും പ്രിയപ്പെട്ട മക്കൾക്കോട് ദാനമായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയത്തിലുള്ള യൗവന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനകാലം നിശ്ചയിക്കാതെ ദൈവ സന്നിധിയിൽ അനുഗ്രഹമുള്ള ജീവിതം നയിപ്പാൻ സഹായിക്കണമേ. വിശേഷാൽ കർത്താവെ, ഉപജീവന വഴികൾ ലഭിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ അവരുടെ ഉപജീവനങ്ങളിലൂടെ അനേക നന്മകൾ ഇനിയും ഉണ്ടാകുവാൻ അങ്ങ് സഹായിക്കണം. കുടുംബസ്ഥനായി കഴിയുന്ന യൗവന മക്കളുണ്ട്. അനുഗ്രഹീതമായ കുടുംബ ജീവിതം ചെയ്യുവാൻ സഹായിക്കണം. കാലാകാലങ്ങൾ വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉപജീവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ ജീവിതങ്ങളിലും കർത്താവെ അനുഗ്രഹീതമായ ഉപജീവനങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം അങ്ങ് സാധ്യതകളെ മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നാളുകളിൽ SSLC +2 പരീക്ഷകളിൽ അനുഗ്രഹീതമായ വിജയം നേടിയ ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം കഴിഞ്ഞ ഒരു വർഷക്കാലം, കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ട മക്കളുടെ അധ്വാനങ്ങൾ, കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളിൽ കൂടി ഇരുന്നുവല്ലോ. പഠിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. നാളുകൾ അനുഗ്രഹീതമായിട്ടുള്ള വിജയമായി സ്തുതിക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് വരുന്ന നാളുകളിൽ തുടർ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളെയും പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലൂടെ ഒരുക്കി നൽകണമേ. അതിലൂടെ പഠനത്തിൽ മുന്നേറുവാൻ ഇനിയും അങ്ങ് സഹായിക്കണം. പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹീതമായ നിലകളിൽ എത്തിച്ചേരുവാൻ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണം. ഈ വർഷം SSLC +1 +2 കർത്താവ് അതിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായി പഠിക്കുവാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കണമേ. ഓൺലൈൻ വിദ്യാഭ്യാസം ഏറെ ഫലവത്തായി തീരുവാൻ സഹായിക്കണം. ഇതിന്റെ സാഹചര്യത്തിൽ സ്കൂളുകളിൽ കടന്നുപോയി പഠിക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ അതിനു വേണ്ടിയുള്ള ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റിതരങ്ങളായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അവരുടെ പഠനങ്ങളിൽ കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുവൈദ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ അപ്പനെ കൃപ കൊണ്ട് നിറയ്ക്കണം. രോഗങ്ങളോ ദുരിതങ്ങളോ കൂടാതെ വണ്ണം അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആലയത്തിലെ മറ്റെല്ലാവിധമായ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കടഭാരങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവരുണ്ട്, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങളുമുണ്ട്. അപ്രകാരമുള്ള കുടുംബങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം കടന്നു ചെല്ലണമേ. ആശ്വാസത്തെ പകരണമേ, സമാധാനത്തെ പകരണമേ. ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ള ജീവിതം നയിപ്പാൻ കൊണ്ട് നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ COVID-19 എന്ന വൈറസിന്റെ ഭീഷണിയിൽ ഞങ്ങളുടേതായിട്ടുള്ള ചുറ്റുപാട് വളരെയധികം കലുഷിതമായിരിക്കുന്നു, വളരെ പ്രയാസത്തിലായിരിക്കുന്നു. അവിടെ നിന്ന് അറിയുന്നുവല്ലോ, ആരും സുരക്ഷിതമല്ലാത്തൊരു ലോകത്തിൽ ഞങ്ങളായിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം നഗരത്തിനായി, തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീരപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വളരെ വ്യാപനം ഇന്ന ആളുകളിൽ ഈ
രോഗവുമായിട്ടുണ്ടാകുന്നു. കർത്താവെ, ആ രോഗത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ മാറ്റണമേ. അവിടുന്ന് രോഗത്തിന്റെ അവസ്ഥയെ ശമിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജില്ലയെ അവിടെ സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റിതര പ്രദേശങ്ങളിൽ, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ വിധങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ കർത്താവെ, ഈ രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ കർത്താവിന്റെ ആശ്വാസത്തെ, സമാധാനത്തെ, സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലും കർത്താവെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിൽ ഇന്നാളുകളായിരിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശ്വാസത്തെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ പലയിടത്തും അതിരൂക്ഷമായി പ്രതിസന്ധിയിലായിരിക്കുന്നുള്ള കർത്താവെ, അവിടുന്ന് ഇടപെടുമാറാകണമേ. പ്രത്യേകിച്ച് ഗവേഷണ സംഘം ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ, ഒരു വാക്സിൻ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെതായിട്ടുള്ള പദ്ധതിയിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാവുകയും എത്രയും വേഗം കർത്താവെ അത് കണ്ടെത്തി ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാക്കുവാൻ അങ്ങനെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാധാരണ ജീവിതം കർത്താവെ കടന്നു വരുവാൻ അവിടെ നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നാളുകളിൽ ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന അനേകം പേരുണ്ട്. ആരോഗ്യ പ്രവർത്തകരായി, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് വിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, മണിക്കൂറുകൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വേണം കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ സമയം ചെലവിടുമ്പോൾ അവരുടെ അധ്വാനങ്ങൾ യഥാവായി പോകുവാൻ ഇടവരുത്തരുതേ. അവരെ സുരക്ഷിതമായിട്ട് അവിടെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോലീസ് സേനയിൽ കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മറ്റിതരങ്ങളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കുവാൻ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പഠനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ തൊഴിലിന് വേണ്ടി കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ കാക്കണം. അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ യാത്രയിലും അവിടുത്തെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒരു നാളുകളിൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരിക്കുന്ന പാടുകൾ തുടർന്നുള്ള ആഴ്ചകളിൽ അയാളുടെ ആലയത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ആരാധിക്കുവാനുള്ള സാധ്യതകളെ, മുഖാന്തരങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളെയും ഒന്നുകൂടെ തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കൃപ പകർന്ന് വഴി നടത്തി അനുഗ്രഹിക്കണം. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കേൾക്കുമാറാകണം സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളാം. ആശീർവാദ പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സാന്നിധ്യവും പ്രിയമുള്ളവരെ നാം ഇവരോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.